പോകുന്നത്. ഫെറിയിൽ ലിവർപൂൾ തൊട്ട് നോർത്തേൺ ഐലൻഡ് വരെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പോകാൻ പോകണം. നമുക്കറിയാം. കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്തിട്ട് വേണം നമുക്ക് ഷിപ്പിൻ്റെ അടുത്ത് എത്താൻ. അപ്പോൾ ഇവിടെ ഇച്ചിരി തിരക്കൊക്കെയുണ്ട്. അവരുടെ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ നമ്മളിങ്ങനെ ഉള്ളിൽ കയറുമ്പോൾ ഗൈഡ് ചെയ്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഇത് തരും. നമ്മളിപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിലേക്കാണ് പോകുന്നത്. കാറില്ലാതെ വരുന്നവർക്കുള്ള എൻട്രൻസ് ആണ്. നമ്മൾ ഈ ഫെറിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ലക്ഷറി ആയിട്ടുള്ള ഹോട്ടൽ പോലെയാണ് തോന്നുന്നത്. നമ്മളൊരു നോർമൽ ടിക്കറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെയറിൽ ഇരിക്കാം, അല്ലെങ്കിൽ സോഫയിൽ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ സൈഡിൽ കാണുന്ന ടിവികളും കാണാം. ഇവിടെ ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത് സ്റ്റെന പ്ലസ് ലോഞ്ചാണ്. അവിടെ നമുക്ക് സ്വന്തമായിട്ടൊരു പാസ്വേഡ് തരും. അത് എൻ്റർ ചെയ്താലാണ് ഈ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫുഡ് കിട്ടും. കോഫി, ഡ്രിങ്ക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് കോഫി ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ നല്ല വ്യൂവും കിട്ടും. നമുക്ക് ഫെറിയിലുള്ള കൂടുതൽ കാഴ്ചകൾ കാണാം. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു വലിയ പ്ലേ ഏരിയയാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട്. ഇത് ഷൂട്ട് ചെയ്യുന്നൊരു സാധനമാണ്. ഞാനിത് ട്രൈ ചെയ്തപ്പോൾ ഇത് വർക്കായില്ല. ഒരു 1.5
£2 കോയിനാണ് ഇടേണ്ടത്. ട്രൈ ചെയ്തപ്പോൾ ഇത് വർക്കായില്ല, എന്താണെന്ന് അറിയത്തില്ല. ഞാൻ വേറെയൊക്കെ നോക്കി, പക്ഷെ അതൊക്കെ ഫ്ലോപ്പുമായി. ഒരു ബാർ സെറ്റപ്പാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ മൂവി ലോഞ്ചിലേക്കാണ് കയറാൻ പോകുന്നത്. 2 മൂവി ലോഞ്ചാണുള്ളത്, 3 സ്ക്രീൻ വീതവും. ഇതിൽ ഓരോ സമയത്ത് ഓരോ മൂവിയാണ് പ്ലേ ചെയ്യുന്നത്, ഇംഗ്ലീഷ് സിനിമകൾ. ഇത് രാത്രിയൊക്കെ സുഖമായിട്ട് കിടന്നു പോകാനുള്ള ക്യാബിനാണ്. ഇത് ഓരോ ബെർത്തുകളുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് പേയും ചെയ്യണം. ഉള്ളിൽ കയറാൻ പറ്റത്തില്ല, അവർക്ക് അവരുടെ നമ്പറും കീയും അവർ കൊടുക്കും. ഇത് പെറ്റ്സുമായി വരുന്നവർക്ക് പെറ്റ്സിനെ സൂക്ഷിക്കാനുള്ള ക്യാബിനാണ്. പൊതുവായിട്ട് വരുന്നവർക്കുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. നല്ല സൈഡ് വ്യൂവും കിട്ടും. ഇവിടെ ടിവിയും എല്ലാം ഉണ്ട്. ചിലവരിവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്യാണ്, ഫോണും കണ്ട് സ്നാക്സും തിന്ന്. ഇത് ഫെറിൻ്റെ ഉള്ളിലുള്ള ഒരു ഷോപ്പാണ്. മദ്യം മുതൽ സ്പ്രേ വരെ ഗിഫ്റ്റായി കൊടുക്കാനും ചോക്ലേറ്റ്സും അതും ഇതൊക്കെയുണ്ട്. ഇത് ഫെറിൻ്റെ ബാൽക്കണിയാണ്. ഇവിടെ സുരക്ഷിതനായിട്ടുള്ളൊരു ബോട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയാൽ സേവ് ചെയ്യാനുള്ളതാണ്. ഇതേപോലെ 2-3 എണ്ണം അവിടെയൊക്കെ ഉണ്ട്. ഇത് കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്ഥലമാണ്. ഇവിടെ കുട്ടികളൊക്കെ ഓൾറെഡി വന്ന് കളിച്ചൊരു മെസ്സാക്കി വെച്ചതാണ്. അതിൻ്റെ കൂടെ ഒരു മൂവിയും ഉണ്ട്. അപ്പോൾ അത് ഞാൻ രസം വിചാരിച്ചാൽ അത് നേരത്തെ നിന്ന് കണ്ടു.
കളർ പെൻസിൽസും അതും ഇതൊക്കെ എല്ലായിടത്തും നിരത്തിയിട്ടുണ്ട് കുട്ടികൾ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ അവിടെ ഇരുന്നുള്ള ഫുഡൊന്നും കഴിച്ചിട്ട് മതിയായി. അപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ ഓർഡർ ചെയ്തു. അമേരിക്കൻ പാൻകേക്കും സാൻഡ്വിച്ചുമാണ്. അമേരിക്കൻ പാൻകേക്കിൻ്റെ കൂടെ വന്നത് വൈൽഡ് ബെറീസും പിന്നെ അതുമാണ് ഹണിയുമാണ്. പിന്നെ കെച്ചപ്പാണ് സാൻഡ്വിച്ചിൻ്റെ കൂടെ വന്നത്. നമ്മുടെ യാത്ര ഏതാണ്ട് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ കാണുന്നത് ബെൽഫാസ്റ്റ് ആണ്. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു ഐൽ ഓഫ് മാൻ എന്നൊരു ദ്വീപ് കണ്ടായിരുന്നു. നമ്മൾ ബെൽഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. കാറിൻ്റെ അടുത്തേക്കും പോകുവാണ്. ഇതൊരു അടിപൊളി മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ്. ഷിപ്പിൽ യാത്ര ചെയ്യാത്തവർ ഇതെന്തായാലും ട്രൈ ചെയ്യണം. ടോട്ടലി റെക്കമെൻഡഡ് ആണ്. പിന്നെ ഇത് ഈ വീഡിയോ ഇന്നത്തോടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.